ആടുജീവിതം സിനിമ അന്തർദേശീയ ശ്രദ്ധയാകർഷിച്ച് തിയേറ്ററുകളിൽ നിറങ്ങിയോടുമ്പോൾ ചിത്രത്തിലെ അനുതാപാർദ്രമായ പെരിയോനെ റഹ്മാനെ എന്ന ഗാനം ആസ്വാദകരെ പൊള്ളിക്കുകയാണ്. ചിത്രത്തിന്റെ സന്ദേശം മുഴുവൻ ഉൾക്കൊള്ളുന്ന റഫീഖ് അഹമ്മദിന്റെ ആഴമുള്ള വരികൾ AR റഹ്മാൻ നൽകിയ ഈണത്തിൽ ആലപിച്ചത് ജിതിൻ രാജ് എന്ന ഗായകനാണ്. ഗായകൻ മാത്രമല്ല, ഗിറ്റാറിസ്റ്റും നടനുമാണ് ജിതിൻ രാജ്. മലപ്പുറം സ്വദേശിയാണ്. നിലവിൽ ഷോകളും പ്രമോഷനുകളും ഒക്കെയായി വലിയ തിരക്കിലുമാണ്. ശ്രീ ജിതിൻ രാജാണ് ഇന്നത്തെ സി പോസിറ്റീവിൽ അതിഥിയായി എത്തുന്നത്. സ്വാഗതം ജിതിൻ. താങ്ക് യു. നമസ്കാരം. ഈ പെരിയോനെൻ റഹ്മാനെ ആ ഒരു ഗാനത്തിന്റെ കാര്യം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയോടൊപ്പം തന്നെ ഇഴുകിച്ചേർന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ വൈകാരികത ഒട്ടും ചോരാതെയുള്ള സംഗീതം, വരികൾ, ഒപ്പം ആ ഒരു ശബ്ദം, അതിൽ കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു നിറവ്, അത് തന്നെയാണ്. ഇതിലേക്ക് എത്തപ്പെട്ട വഴി എങ്ങനെയാണ് ജിതിൻ? ഞാൻ ആക്ച്വലി ഇതിനു മുന്നേ റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയിൽ ബാക്കിംഗ് വോക്കൽസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ശ്രീനി സാർ, നമ്മുടെ പ്ലേ ബാക്ക് സിംഗർ ശ്രീനി സാർ വഴിയാണ് ആദ്യമായിട്ട് റെക്കോർഡിംഗ് തിയേറ്ററിൽ എത്തുന്നത്, അവിടുത്തെ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട്. സോ അതിനു മുന്നേ, ഈ പാട്ടിന് മുന്നായിട്ട് ഞാനൊരു 3-4 മലയാളം വേർഷൻസ് പാടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സെഷനിൽ ഇരിക്കുന്ന സമയത്താണ് ആക്ച്വലി ഈ ഒരു പാട്ടിന്റെ ആവശ്യത്തിനായിട്ട് എന്നോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നതും പിന്നെ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതും, അങ്ങനെയാണ് ഇതിൽ എത്തിപ്പെടുന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പത്തെ കാലം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുന്നത്, ഇപ്പം റിയാലിറ്റി ഷോകൾ, ഇന്ത്യൻ വോയിസ് സീസൺ 2 ഉൾപ്പെടെ റണ്ണറപ്പ് ആകുന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു കരിയർ മുന്നോട്ട് വരുന്നത്? റിയാലിറ്റി ഷോസ് കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി മ്യൂസിക്, പ്രൊഫഷണൽ മ്യൂസിക്, ഇത് പ്ലേ ബാക്ക് സിംഗിങ് ആക്ച്വലി സീരിയസ് ആയി എടുക്കാൻ തുടങ്ങിയത്. സോ ഡെഫിനറ്റ്ലി എന്താ പറയാ, ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്തത് റിയാലിറ്റി ഷോസ് തന്നെയാണ്. നമ്മൾ എന്താ പറയാ, ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ജഡ്ജസിന്റെ അത്രയും വാലിഡ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് അത് ഒരുപാട് കോൺഫിഡൻസ് തരും. സോ എന്താ പറയാ, ഇറ്റ്സ് ബീൻ എ വണ്ടർഫുൾ ജേർണി. ഞാൻ ആക്ച്വലി ഇപ്പൊ പാടാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 10 years ആയി. സോ അതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് ഇപ്പോ പെരിയോനെ എന്ന സോങ്ങിൽ വന്ന് നിൽക്കുന്നു. എന്റെ ഒരുപാട് നന്ദി. ഇതുവരെ ചാൻസ് തന്ന എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും, എന്റെ പഠിപ്പിച്ച ഗുരുക്കന്മാർക്കും, ഫാമിലിക്കും, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ 10 വർഷക്കാലത്തെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വെല്ലുവിളികളും കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അതിനെങ്ങനെയാണ് ഓർക്കുന്നത്? അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. എനിവേസ് എന്താ പറയാ, ഒരു ലൈഫ് ഇസ് ലൈക്ക് ദാറ്റ് എന്ന് പറയില്ല. ആക്ച്വലി കയറ്റിറക്കം തന്നെയാണ്. യുനോ, ഇറ്റ് ഹാപ്പൻസ് ഇൻ ലൈഫ്. ആൻഡ് അത് നമ്മൾ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യുന്നു എന്നുള്ളതിലിരിക്കും. പിന്നെ നമ്മളിത് എത്ര എന്താ പറയാ, ഇതിനോടുള്ള ഒരു, ഈ മ്യൂസിക്കിനോടുള്ള ഒരു പാഷൻ നമ്മൾ എന്താ പറയാ, അതൊക്കെ തരണം ചെയ്യാനുള്ളൊരു ശക്തി തരുമെന്ന് തോന്നുന്നു. ദാറ്റ്സ് വാട്ട്. ഈ സംഗീതം എന്നുള്ള ഒരു പാഷൻ, അതിലേക്ക് ഇങ്ങനെ ഓടുമ്പോൾ ഇനിയുള്ള മുന്നിലോട്ടുള്ള ലക്ഷ്യങ്ങൾ അതെങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളൊരു ലക്ഷ്യം നേരത്തെ ഉണ്ടായിരുന്നല്ലോ, ഇനിയുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇനിയുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുകയാണെങ്കിലും ഇതുപോലെ തന്നെ നല്ല നല്ല പാട്ടുകൾ പാടാൻ പറ്റുക, അതുപോലെ കുറച്ച് കഴിഞ്ഞ് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. സോ അതൊക്കെയാണ് ഇപ്പോഴത്തെ തോട്ട്സ്. ഇപ്പോൾ നിലവിൽ ദുബായിലാണെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിരവധി ഗാനങ്ങൾ, ഇപ്പോൾ മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലൊക്കെ ഗാനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മറ്റു വേദികളിലും അന്താരാഷ്ട്ര വേദികളിൽ ഉൾപ്പെടെ അവതരിപ്പിക്കുന്നുമുണ്ട് അല്ലേ? ഞാൻ ആക്ച്വലി തമിഴ് ഷോസ് ആണ് കൂടുതൽ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇമാൻ സാറിന്റെ സോങ്സ് ആണ് മാക്സിമം പാടിയിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ ലൈവ് ഇൻ കോൺസേർട്സിൽ ലൈക്ക് നമ്മൾ ഇന്റർനാഷണൽ ഷോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ബേസിക്കലി ഞാൻ ദുബായിൽ ആക്ച്വലി നാളെ എത്തുന്നുള്ളൂ. ഇന്ന് വൈകിട്ട് പോകും. സോ നമ്മൾക്ക് അവിടെ ഇപ്പോൾ കുറച്ച് പ്രൊമോഷൻ വർക്ക്സ് ഉണ്ട്. സോ ഈ പാട്ടും നമുക്ക് അങ്ങനെ എന്താ പറയാ, പല പല സ്ഥലത്തായിട്ട്, ഇപ്പൊ പെരിയോനെ തന്നെ നമുക്ക് പല പല സ്ഥലത്തായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ആൾക്കാർ അത്രയും ആ പാട്ടിന് തന്നൊരു സ്വീകാര്യത അത്രയും ഉണ്ട്, അവർ തന്നൊരു സ്നേഹം അത്രയും ഉണ്ട്. സോ എന്താ പറയാ, അത് നമുക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഇപ്പോൾ ഏറ്റവും യുവ സംഗീതജ്ഞനൊക്കെ ഈ ഒരു രംഗത്തേക്ക് എത്തിപ്പെടുന്നത് ബാൻഡ് എന്നുള്ളൊരു മാർഗത്തിലൂടെ തന്നെയാണ്. ഇപ്പോൾ താങ്കളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ പ്രയാൺ എന്നൊരു ബാൻഡിന്റെ അംഗം കൂടിയാണല്ലോ. അപ്പോൾ അതിന്റെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? പ്രയാൺ എന്ന ബാൻഡിന്റെ അംഗമായിരുന്നു ഞാൻ. നമ്മൾ ആക്ച്വലി 2014-15 വരെ ഞാൻ ആ ബാൻഡിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ എം ഇൻ ടച്ച് വിത്ത് ദ പീപ്പിൾ. ആൻഡ് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഇനി സ്വന്തമായിട്ട് അങ്ങനെ ഒരു ബാൻഡ് സീനിലേക്ക് ഇറങ്ങണം എന്നുണ്ട്. സോ ലെറ്റ്സ് സീ. ഇപ്പോൾ ഈ ഒരു സംഗീതം, ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങി ചെല്ലുന്നവർക്ക് ഈ ഒരു മേഖല, അതായത് ഈ ഒരു ബാൻഡ് എന്നുള്ള കാര്യം എത്രത്തോളം സഹായകരമാകുന്നുണ്ട്? ഡെഫിനറ്റ്ലി നമുക്ക് ബാൻഡ് എന്ന് പറയുമ്പോൾ ആസ് എ പെർഫോമർ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള പെർഫോമറെ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ബാൻഡ് ഒരു എന്താ പറയാ, വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ പല പല മ്യൂസീഷ്യൻസിനായിട്ട് നമുക്ക്
മിംഗിൾ ചെയ്യാൻ പറ്റുന്നു, അവരുടെ കയ്യിൽ നിന്ന് യു ഗെറ്റ് ഇൻസ്പയർഡ് സം ഓർ ദി അതർ വേ. നമ്മൾ ബാൻഡ് വഴി ആൻഡ് ഓഡിയൻസിനായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നു. സോ ആസ് എ ബാൻഡ് എന്ന് പറയുമ്പോൾ അതാണ് കുറച്ചുകൂടെ നമുക്ക് നമ്മളെ ക്രാഫ്റ്റിനെയും കുറച്ചുകൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ആസ് എ ബാൻഡിനുള്ള ബെനിഫിറ്റ്സ് അതൊക്കെയാണ്. ഏതായാലും ഈ മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒരു ഗായകൻ എന്നതിൽ ഉപരി ഗിറ്റാറിസ്റ്റ് ആണ്, നടനാണ്. അതിൻ്റെ ഒരു അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ ആൽബങ്ങളിൽ ഉൾപ്പെടെ അഭിനയിക്കുന്നുണ്ടല്ലോ. ഐ ഡു പ്ലേ ഗിറ്റാർ ലിറ്റിൽ ബിറ്റ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നടൻ എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ഒരു മ്യൂസിക്കൽ മൂവി ചെയ്തിട്ടുണ്ട്. അതാണ് ദാറ്റ്സ് ദ ആക്ടർ തിങ്. സോ അത് ജെയിംസ് വസന്തൻ സാർ ഡയറക്ട് ചെയ്ത ഒരു വാനവിൽ വാഴ്ക്കൈ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് ഫിലിം ആയിരുന്നു, ഒരു മ്യൂസിക്കൽ മൂവി. അതിൽ ഏതാണ്ട് ഏകദേശം ഒരു 19 to 20 സോങ്സ് ഉണ്ട് ആ പടത്തില്. സോ മ്യൂസിക്കൽ മൂവി ഓരോ സിറ്റുവേഷനും ഓരോ പാട്ടുകളായിരിക്കും. സോ അങ്ങനെയാണ് ദാറ്റ്സ് ഹൗ എൻ്റെ ഒരു ആക്ടിങ് ഡെബ്യൂ എന്ന് പറയാനാണെങ്കിൽ അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ വാസ് ഇൻ ദാറ്റ് സീരിയസ് അഭിനയം എന്നതിനെ കുറിച്ചിട്ട്. സോ ദാറ്റ്സ് ദ ഓൺലി മൂവി വിച്ച് ഐ ഹാവ് ഡൺ. ഇപ്പോൾ മലയാളത്തിൽ ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റുകൾ അത് ഏതൊക്കെയാണ് ഇപ്പോൾ ഉടനെ വരാനിരിക്കുന്നത്? മലയാളത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ പെരിയോനൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഐ ആം യെറ്റ് ടു സിംഗ്. അത് തമിഴിലാണ് ഇനി കുറച്ച് 2 പാട്ടുകൾ വരാനുള്ളത്. ഒന്ന് ഡി ഇമാൻ സാറിന്റെ മ്യൂസിക്കില്, പിന്നെ അതുപോലെ തന്നെ വിദ്യാസാഗർ സാറിന്റെ മ്യൂസിക്കിൽ ഒരു സോങ് വരാനുണ്ട്. സോ ആസ് ഓഫ് നൗ. അപ്പോൾ ഇനി ഈ ഒരു രംഗത്തേക്ക് കൂടുതൽ ശോഭിക്കുക, നേരത്തെ ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്, ഇനി മുന്നിലുള്ള ലക്ഷ്യങ്ങൾ അത് എന്തൊക്കെയാണ്? ഒന്ന് വെളിപ്പെടുത്താൻ സാധിക്കും? ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല പാട്ടുകൾ പാടുക ഇതുപോലെ. ആൻഡ് ഇപ്പോൾ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. സോ ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇനി അങ്ങോട്ട് വരുന്ന വർഷങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. ശരി, ഏതായാലും സംഗീത ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വളരെയധികം നന്ദി പ്രേക്ഷകരുമായി ചെലവഴിച്ചതിന്. താങ്ക് യു സോ മച്ച്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.